അങ്ങനെ നമ്മൾ ധനുഷ്കോടിയുടെ അരിച്ചൽ മുനയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാണാൻ പോകുന്ന രാമസേതു എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ. ധനുഷ്കോടിയുടെ അരിച്ചൽ മുനയിൽ തൊട്ട് ശ്രീലങ്കയുടെ തലൈമാനാർ എന്ന ദ്വീപ് വരെ നീളുന്ന അണ്ടർ വാട്ടർ ബ്രിഡ്ജ് നിലനിൽക്കുന്നു. പണ്ടത്തെ ധനുഷ്കോടിയുടെ ഫോട്ടോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മൺതിട്ട പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇങ്ങനെ കല്ല് പാകിയിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആക്കിയതിന് ശേഷം ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല, വിസിബിൾ അല്ല. ഇന്ത്യൻ മിത്തോളജി പ്രകാരം രാമായണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ രാമസേതു. അതായത് രാവണൻ സീതാദേവിയെ ശ്രീലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. സീതാദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രീരാമൻ ഇതുവഴിയാണ് ശ്രീലങ്കയിലേക്ക് കടന്നുപോയത്. ഇവിടെ എത്തിച്ചേർന്ന ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ഹനുമാന്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു പാലം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. മറ്റു സെമിറ്റിക് മതങ്ങളിൽ വേറെയും ഐതിഹ്യം നമുക്ക് കാണാൻ സാധിക്കും. ആദിമ മനുഷ്യനായിട്ടുള്ള ആദത്തെ സംബന്ധിച്ചുള്ള കഥയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലനിൽക്കവേ തന്നെ സയന്റിസ്റ്റുകൾ പറയുന്നത് ഇത് നാച്ചുറലായിട്ട് ഫോം ചെയ്തൊരു സ്ട്രക്ചർ എന്നാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം.